നമസ്കാരം. എരിതീയിൽ എണ്ണ ഒഴിക്കുക എന്നിട്ട് അതിൽ തീനാളം കണ്ട് ആസ്വദിക്കുക. ഇതാണ് ഇറാന്റെ വിഷയത്തിൽ അമേരിക്കയുടെ പോളിസി. എന്തായാലും ഇറാനിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ അവസരം കാത്തിരിക്കുന്ന കുറുക്കനെ പോലെയാണ് ട്രംപ്. തങ്ങളുടെ താല്പര്യങ്ങളെ സാധിച്ചെടുക്കണം, അത് ഇനി ഏതു വിധേനെ ആണെങ്കിലും. എന്തായാലും ഇറാനിലെ ആഭ്യന്തര അശാന്തിയെ ഒരു സൈനിക ഇടപെടലിനുള്ള മറയാക്കി മാറ്റാനാണ് ട്രംപ് ഭരണകൂടം ശ്രമിക്കുന്നത്. ഇറാനിയൻ സൈനിക കേന്ദ്രങ്ങൾക്കെതിരായ വലിയ തോതിലുള്ള വ്യോമാക്രമണങ്ങൾക്കായി അമേരിക്കൻ ജനറൽമാർ അടിയന്തര പദ്ധതികൾ തയ്യാറാക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാകുന്നു. ഇസ്ലാമിക് റിപ്പബ്ലിക് രാജ്യവ്യാപകമായി അശാന്തിയുടെ മൂന്നാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ തങ്ങൾ സഹായിക്കാൻ തയ്യാറാണെന്നും തടഞ്ഞു കിടക്കുകയാണ് എന്നും തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ ട്രംപ് വീമ്പ് പറയുകയാണ്. എന്നാൽ ഈ സഹായം വെറുമൊരു പ്രഹസനമാണ്. ലോകത്തിന് നന്നായി അറിയാം അക്കാര്യം. 2025 ഡിസംബറിൽ ആരംഭിച്ച സാമ്പത്തിക പ്രതിസന്ധികൾക്ക് പിന്നിൽ ദശകങ്ങളായി അമേരിക്ക അടിച്ചേൽപ്പിച്ച ഉപരോധങ്ങളാണ് എന്ന സത്യം ട്രംപ് മറച്ചുപിടിക്കുന്നു. ഇറാന്റെ കറൻസി മൂല്യമിടിഞ്ഞതും പണപ്പെരുപ്പം കുതിച്ചുയർന്നതും ആസൂത്രിതമായ ഈ സാമ്പത്തിക യുദ്ധത്തിന്റെ ഫലമായിരുന്നു. കരസേനയെ ഇറക്കാതെ തന്നെ ഇറാന്റെ നട്ടെല്ലൊടിക്കാനാണ് നീക്കം. വേദനിക്കുന്നിടത്ത് അവരെ അടിക്കുക എന്ന ക്രൂരമായ തന്ത്രമാണ് അമേരിക്ക മെനയുന്നത്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ കമാൻഡ് സെന്ററുകളും വ്യോമ പ്രതിരോധ സൈറ്റുകളുമാണ് ട്രംപിന്റെ ലക്ഷ്യം. 2025 ജൂണിലെ ഫോർഡോയിലെ ആണവ നിലയങ്ങൾക്കു നേരെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച അതേ ഹീനമായ വഴിയിലൂടെ വീണ്ടും സഞ്ചരിക്കാനാണ് അമേരിക്കയുടെ നീക്കം. മനുഷ്യാവകാശങ്ങളുടെ പേരു പറഞ്ഞ് ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്നത് അമേരിക്കയുടെ ചതിയൻ ചെന്നായുടെ ചോരകുടിയൻ നയത്തിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ്. 65 പേർ കൊല്ലപ്പെട്ടു എന്ന കണക്കുകൾ ഉയർത്തിപ്പിടിച്ച് ഇറാന്റെ ആകാശത്ത് അമേരിക്കൻ ബോംബുകൾ പറക്കുമ്പോൾ അത് സമാധാനത്തിനായല്ല, മറിച്ച് തങ്ങളുടെ ഇന്ധന താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് എന്ന് ലോകം എന്നേ തിരിച്ചറിഞ്ഞു കഴിഞ്ഞതാണ്. ഈ ഭീഷണികൾക്ക് മുന്നിൽ തലകുനിക്കാൻ ഇറാൻ തയ്യാറല്ല. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി നേരിട്ട് അമേരിക്കയെ വെല്ലുവിളിച്ചു കഴിഞ്ഞു. ഇറാനികളുടെ രക്തം പുരണ്ട കൈകളാണ് അമേരിക്കയുടേതെന്നും കലാപമുണ്ടാക്കി രാജ്യത്തെ തകർക്കാൻ നോക്കുന്നവർക്ക് കടുത്ത ശിക്ഷ നൽകുമെന്നും ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. സജീവമായ സൈനിക ആസൂത്രണത്തിലേക്ക് അമേരിക്ക കടക്കുമ്പോൾ തങ്ങളുടെ ഓരോ തരി മണ്ണും സംരക്ഷിക്കാൻ ഇറാൻ ജനത സജ്ജമാണ്. തന്ത്രപരമായ ക്ഷമയുടെ കാലം കഴിഞ്ഞു എന്നും സൈനിക ഇടപെടൽ നേരിട്ട് നടത്തുമെന്നുമുള്ള അമേരിക്കൻ സിദ്ധാന്തം ഇറാന്റെ ചങ്കുറപ്പിന് മുന്നിൽ വഴിമാറേണ്ടി വരും. 1980കളിൽ സദാമിനെ മുന്നിൽ നിർത്തി അമേരിക്ക നടത്തിയ യുദ്ധത്തെ അതിജീവിച്ച ഇറാന് ട്രംപിന്റെ ഈ വ്യോമാക്രമണ ഭീഷണി വെറുമൊരു മരീചിക മാത്രമാണ്. അമേരിക്കൻ ആധിപത്യത്തിന് വഴങ്ങാത്ത ഏതൊരു രാജ്യത്തെയും തകർക്കുക എന്ന ആ രാജ്യത്തിന്റെ പണ്ട് മുതൽക്കേയുള്ള നയമാണ്. എന്നാൽ ഇറാൻ എന്ന പടക്കുതിരയ്ക്കു മൂക്കുകയറിട്ട് കളം പിടിക്കാൻ ലോകത്തെ വിറപ്പിക്കുവാൻ സാധിക്കുക എന്നത് ഇത്രയും കാലമായി ഒരു രാജ്യത്തിനും സാധിക്കാത്ത കാര്യമാണ്. ഇന്ന് ട്രംപ് വിരിക്കുന്ന ഈ യുദ്ധവലയിൽ ഇറാൻ കുടുങ്ങുമെന്ന് കരുതുന്നവർക്ക് തെറ്റി. ആകാശത്ത് ബോംബറുകൾ വിട്ടതുകൊണ്ട് ഒരു ജനതയുടെ ആത്മാഭിമാനത്തിനെ തകർക്കാൻ കഴിയില്ല. ഇറാന്റെ മണ്ണിൽ ചോര വീഴ്ത്താൻ വരുന്നവർക്ക് അവരുടെ ചോര കൊണ്ട് മറുപടി നൽകാൻ ടെഹ്റാൻ പ്രാപ്തമാണ്. ആത്യന്തികമായി ഈ സാമ്രാജ്യത്വ തന്ത്രങ്ങളെ അതിജീവിച്ച് ഇറാൻ തലയുയർത്തി തന്നെ നിൽക്കുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട. അമേരിക്ക എന്തുകൊണ്ട് ഇറാനെ ഭയക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇറാനെതിരെ ഒരു വ്യോമാക്രമണം നടത്തിയാൽ തങ്ങളുടെ കോടികൾ വിലയുള്ള വിമാനങ്ങൾ ആകാശത്ത് വെച്ച് തന്നെ പടക്കങ്ങളായി മാറുമെന്ന് അമേരിക്കയ്ക്ക് നന്നായി അറിയാം. ഇറാന്റെ മണ്ണിലേക്ക് ഒരു വിമാനം പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ബാബർ 373 അവയെ കണ്ടെത്തും. റഷ്യയിൽ നിന്നും S-300 വാങ്ങാൻ ഇറാൻ ശ്രമിച്ചപ്പോൾ അത് തടയാൻ നോക്കിയ അമേരിക്കയ്ക്ക് അതിനേക്കാൾ കരുത്തുള്ള ഒരു സംവിധാനം ഇറാൻ സ്വന്തമായി നിർമ്മിച്ചത് വലിയൊരു തിരിച്ചടിയായിരുന്നു. ഇത് ഇറാന്റെ വെറുമൊരു ആയുധമല്ല, മറിച്ച് സാമ്രാജ്യത്വ ശക്തികൾക്കെതിരായുള്ള അവരുടെ ആത്മവിശ്വാസത്തിന്റെ കൂടി അടയാളമാണ്. എന്തായാലും ഇറാനെ തൊടാൻ ഇറങ്ങിത്തിരിച്ച അമേരിക്കയ്ക്ക് ഇനി അധിക ആയുസ്സുണ്ടാവില്ല.